യെസ്, നമ്മളൊരു AI റോബോട്ട് ഉണ്ടാക്കി. സോ ആ ഒരു റോബോട്ട് ഉണ്ടാക്കുന്ന നേരത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആ ഒരു റോബോട്ടിന് ആർഡിനോ യൂസ് ചെയ്യണോ അതോ റാസ്ബെറി പൈ യൂസ് ചെയ്യണോ എന്ന്. നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആർഡിനോ ബോർഡാണല്ലേ. പക്ഷേ നമ്മൾ ഇത് രണ്ടും ടെസ്റ്റ് ചെയ്തായിരുന്നു. ആർഡിനോ ചില കാര്യങ്ങളിൽ മിടുക്കനല്ല. നമ്മൾ ചില സിറ്റുവേഷൻസിൽ റാസ്ബെറി പൈ യൂസ് ചെയ്യേണ്ടി വരും. സോ ഗൈസ്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ ബോർഡിൻ്റെ സ്ട്രെങ്ത്തും ലിമിറ്റേഷൻസും നമ്മൾ മനസ്സിലാക്കാതെ പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയവും അതുപോലെ ഒരുപാട് പൈസയും നഷ്ടമാകും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആർഡിനോ റാസ്ബെറി പൈ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിൽ നിങ്ങളുടെ റോബോട്ടിന് പറ്റിയ മൈക്രോ കൺട്രോളർ മൈക്രോ പ്രോസസർ ബോർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ AI റോബോട്ടിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ആർഡിനോ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളർ ബോർഡാണ് ആർഡിനോ. സോ നിങ്ങളുടെ പ്രോജക്റ്റിൽ ഇപ്പോൾ LED ബ്ലിങ്ക് ചെയ്യാനാണെങ്കിലും സെൻസറിൻ്റെ റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മോട്ടോർ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഹോം ഓട്ടോമേഷൻ പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ബോർഡ് എന്ന് പറയുന്നത് ആർഡിനോ തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല, ഇതൊരു അടിപൊളി മൈക്രോ കൺട്രോളർ ബോർഡ് തന്നെയാണ്. നമ്മുടെ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത AI ട്യൂട്ടോറിയൽസ് കണ്ടവരുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഒരു AI മോഡൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ടാസ്കുകൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറേ ഹാർഡ്വെയർ വേണം, അത്യാവശ്യം മെമ്മറി വേണം, പ്രോസസ്സിംഗ് പവർ വേണം, അതുപോലെ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. നമ്മുടെ ആർഡിനോയ്ക്ക് അത്രയും റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസിൽസ് ഇല്ല, അത്രയും റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ഇല്ല. നമ്മുടെ ആർഡിനോ എന്ന് പറയുന്നത് ഒരു ചെറിയ മൈക്രോ കൺട്രോളർ ബോർഡാണ്. ഇതിനകത്തുണ്ട് മെമ്മറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മെമ്മറിയും പ്രോസസ്സിംഗ് പവറും എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. നമ്മൾ ഒരു പ്രോജക്റ്റിന് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന പോലെ തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു സമയം ഒരു പ്രോഗ്രാം മാത്രമേ, ഒരു ടാസ്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിന് ഒരു അഡീഷണൽ കണക്ഷനോ മൊഡ്യൂളോ ബോർഡോ ഇല്ലാതെ ഇതിന് സ്വന്തമായിട്ട് ഒരു AI റിലേറ്റഡ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവന് AI മോഡൽസ് റൺ ചെയ്യാനോ അതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഇമേജ് റെക്കഗ്നീഷൻ, സ്പീച്ച് റെക്കഗ്നീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള പവർ ഇല്ല. അതേസമയം ഈ റാസ്ബെറി പൈ എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു റാസ്ബെറി പൈ 0 ബോർഡാണ്. ഇത് നമ്മുടെ റാസ്ബെറി പൈ ബോർഡിൻ്റെ ഒരു ചെറിയ വേർഷനാണ്. ഇതിൻ്റെ നടുക്ക് കാണുന്ന ഈ ഒരു ചിപ്പ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു മൈക്രോ കൺട്രോളർ അല്ല, ഇതൊരു മൈക്രോ പ്രോസസ്സറാണ്. ഈ ഒരു ബോർഡ് മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറാണ്, ഒരു ചെറിയ മിനി കമ്പ്യൂട്ടറാണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് പോർട്ടുകളുണ്ട്. ഒരു HDMI പോർട്ടുണ്ട്, USB പോർട്ടുകളുണ്ട്, അതുപോലെ തന്നെ മൈക്രോ SD കാർഡ് സ്ലോട്ടുകളുണ്ട്, ഒരുപാട് GPIO പിൻസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഇൻ്റർഫേസസ് ഉണ്ട്. ഇതിൻ്റെ ഈ മൈക്രോ SD കാർഡ് സ്ലോട്ടിനകത്ത് ഒരു മൈക്രോ SD കാർഡ് ഇട്ടിട്ട് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ലിനക്സ് അല്ലെങ്കിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്ത് ഇവിടെ ഈ HDMI പോർട്ടിൽ ഒരു മോണിറ്റർ കണക്ട് ചെയ്തിട്ട് ഒരു ഫുൾ കമ്പ്യൂട്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത AI റോബോട്ട് ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ച് പറഞ്ഞുതരാം. സോ ബേസിക്കലി ഇതിനകത്ത് നമ്മളൊരു OS ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഇപ്പോൾ റാസ്ബിയൻ ബോർഡിൽ ഒരു OS ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് പൈത്തൺ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പൈത്തണിനകത്ത് പല പല ലൈബ്രറീസ് ഉണ്ടല്ലോ, OpenCV, TensorFlow ഇങ്ങനെയുള്ള പല പല ലൈബ്രറീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പല പല സ്ക്രിപ്റ്റുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. നമ്മുടെ റാസ്ബെറി പൈക്ക് ഒരു AI ഡെവലപ്പർ കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. ഇത് AI ബിഗിനർ ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർഡിനോയ്ക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ റാസ്ബെറി പൈയുമായിട്ട് AI പ്രോജക്റ്റിൽ AI ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ആർഡിനോ ഷൈൻ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് എപ്പോഴും റാസ്ബെറി പൈയെ റിലേ ചെയ്യാൻ പറ്റത്തില്ല. റാസ്ബെറി പൈയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആർഡിനോയ്ക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എപ്പോഴൊക്കെ റാസ്ബെറി പൈ യൂസ് ചെയ്യണം, എപ്പോഴൊക്കെ ആർഡിനോ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ DIY ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, ഹോം ഓട്ടോമേഷൻ ഇതൊക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അത് Altium PCB ഡിസൈനർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. അത് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ സ്പോൺസറാണ്. നമ്മൾ ഹോബി പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ PCB ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ടൂൾസ് ഉള്ള ഒരു PCB ഡിസൈനിങ് സോഫ്റ്റ്വെയറാണ് Altium PCB ഡിസൈനർ. ഇത് പുതിയ യൂസേഴ്സിന് ബിഗിനർ ഫ്രണ്ട്ലിയുമാണ്, അതുപോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ടൂൾസ് ഉള്ള ഒരു സോഫ്റ്റ്വെയറാണിത്. ഈ Altium സബ്സ്ക്രിപ്ഷനോട് കൂടി തന്നെ Altium 365 എന്ന് പറയുന്നൊരു ഫീച്ചർ കൂടി നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഈ Altium 365 എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട്
നമുക്ക് റിയൽ ടൈമിൽ ഫ്രണ്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് സർക്യൂട്ട് വരയ്ക്കാനും PCB ഡിസൈൻ ചെയ്യാനും പറ്റും. ഇതൊരു വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടൂളാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ആർഡിനോയുടെ പ്രോസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ആർഡിനോയ്ക്ക് റാസ്ബെറി പൈയേക്കാളും വളരെയധികം കുറവാണ്. ആർഡിനോ നമുക്കറിയാം പല ടൈപ്പ് ആർഡിനോ ബോർഡ്സ് ഉണ്ട് അല്ലേ? നമുക്ക് ആർഡിനോ യൂനോ ഉണ്ട്, നാനോ ഉണ്ട്, മെഗാ ഉണ്ട്. അതുപോലെ തന്നെ നാനോയിൽ തന്നെ പല ടൈപ്പ് ബോർഡ് ഉണ്ട്. ഇപ്പോൾ ആർഡിനോ നോർമൽ നാനോ ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ആർഡിനോ നാനോ ESP32, ഈ കാണുന്ന ESP32 ഇതിനകത്ത് ബ്ലൂടൂത്തും വൈഫൈയും എല്ലാം ഇൻബിൽട്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് ആവശ്യമുള്ള കപ്പാസിറ്റി, നമുക്ക് ആവശ്യമുള്ള കേപ്പബിലിറ്റീസ് ഉള്ള ബോർഡ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിനകത്ത് ഏത് ബോർഡ് നോക്കുകയാണെങ്കിലും നമുക്ക് റാസ്ബെറി പൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പ്രൈസ് ആർഡിനോയ്ക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ഈ ക്ലോൺ ബോർഡ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് $2-3 കിട്ടും. അതേസമയം റാസ്ബെറി പൈയുടെ ഒരു ബോർഡ് നോക്കുകയാണെങ്കിൽ, റാസ്ബെറി പൈ 4 നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് $35. പക്ഷേ റാസ്ബെറി പൈ ബോർഡ് വെച്ച് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ മൈക്രോ SD കാർഡ് വേണം, പവർ അഡാപ്റ്റർ വേണം, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്സസറീസും വേണം. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും $35 പിന്നെയും കൂടും. സോ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ആർഡിനോ ആണ് എപ്പോഴും റേറ്റ് കുറവ്, ആർഡിനോ ആണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യമാണ് പവർ കൺസംഷൻ. നമ്മുടെ റാസ്ബെറി പൈക്ക് ഇത്രയും പ്രോസസ്സിംഗ് പവറും മെമ്മറിയും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ പവർ കൺസംഷൻ വളരെയധികം കൂടുതലാണ്. നമ്മുടെ ആർഡിനോയ്ക്കാണെങ്കിൽ അത്രയും പവർ കൺസംഷൻ വരത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു മൈക്രോ കൺട്രോളറിനും അതുപോലെ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻസിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ കുറച്ച് പവർ മാത്രം മതിയാവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോളിന് ഏറ്റവും ബെസ്റ്റ് ആർഡിനോ തന്നെയാണ്. റാസ്ബെറി പൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആർഡിനോ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. സോ ബേസിക്കലി നമ്മുടെ റോബോട്ടിക് പ്രോജക്റ്റ് ഒരു സിമ്പിൾ ലോജിക്കിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ, സിമ്പിൾ ലോജിക് എന്ന് വെച്ചാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിങ് കേപ്പബിലിറ്റീസ് വേണ്ടാത്ത ലോജിക്കിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ, അതുപോലെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് റിയൽ ടൈം ഹാർഡ്വെയർ കൺട്രോളിനാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആർഡിനോ ആ ഒരു റോബോട്ടിൽ എംപ്ലോയ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു റോബോട്ടിൻ്റെ ബ്രെയിനായിട്ട് ആർഡിനോ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേസമയം കുറേ കൂടെ പ്രോസസ്സിംഗ് പവർ നമ്മുടെ റോബോട്ടിന് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ AI മോഡൽസ് റൺ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ സ്പീച്ച് റെക്കഗ്നീഷൻ, അതുപോലെ ഇമേജ് റെക്കഗ്നീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെഷീൻ ലേണിംഗ് AI റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ റൺ ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് റാസ്ബെറി പൈ തന്നെയാണ്. സോ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോയിൽ റാസ്ബെറി പൈ വെച്ചിട്ട് ഒരു AI ഡ്രിവൺ റോബോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് ഇതിന് കുറച്ച് പ്രീ റിക്വസ്റ്റ്സ് ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മൾ അടുത്ത വീഡിയോ സീരീസിൽ, നമ്മുടെ AI റോബോട്ട് വീഡിയോ സീരീസിൽ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.